ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ കൃപയാൽ ദൈവശാസ്ത്രം എന്ന വിഷയത്തിൻ്റെ 13ാമത്തെ സെക്ഷനിൽ പ്രവേശിപ്പാൻ ദൈവം നമ്മെ സഹായിച്ചത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾക്കേവർക്കും കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുകയാണ്. നിങ്ങൾ നൽകുന്ന പ്രോത്സാഹനത്തിനും പ്രാർത്ഥനയുടെ പിൻബലത്തിനുമായി ഞാൻ നന്ദി പറയുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ദൈവത്തെക്കുറിച്ചും തൻ്റെ സ്വഭാവങ്ങളെക്കുറിച്ചൊക്കെയുള്ളതായ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അതെല്ലാം ദൈവത്തെ കൂടുതൽ അറിയുവാനും ദൈവത്തിൽ കൂടുതൽ അടുക്കുവാനും എല്ലാം കാരണമായി തീരുന്നതിന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങൾക്ക് അതിന് കൃപ നൽകുമാറാകട്ടെ. നമ്മൾ സൃഷ്ടിയും ദൈവം സൃഷ്ടാവുമായതുകൊണ്ട് തന്നെ നമ്മൾ തമ്മിൽ ചില അന്തരങ്ങളുമുണ്ട്. അത് തമ്മിലാണ് സൃഷ്ടിയും സൃഷ്ടാവും തമ്മിൽ ചില അന്തരങ്ങളുമുണ്ട്. കാരണം സൃഷ്ടികൾക്ക് വേണമെങ്കിൽ മാറ്റം സംഭവിക്കാം, സൃഷ്ടാവിന് ഒരിക്കലും മാറ്റമുണ്ടാകുന്നില്ല. അല്ലേ? നമ്മളൊരു കാര്യം ചെയ്തു, അത് ശരിയായില്ലെങ്കിൽ വേണമെങ്കിൽ അത് പിന്നെ മാറ്റി മറ്റൊന്നാക്കാം. കുശവൻ പാത്രത്തെ മെനയുന്നത് പോലെ അല്ലേ, വേണമെങ്കിലൊന്ന് മാറ്റി പരീക്ഷിക്കാം. എന്നാൽ സൃഷ്ടാവിന് ഒരിക്കലും എന്തില്ല, മാറ്റമുണ്ടാകുന്നില്ല. ദൈവത്തിൻ്റെ മഹത്വം പ്രാപിപ്പാൻ ദൈവസ്ഥലത്തെ സൃഷ്ടിച്ചിരിക്കുക. ദൈവത്തിൻ്റെ മഹത്വം അതിനെ സ്ഥലത്ത് സൃഷ്ടിച്ചിരിക്കുക. യെശയ്യാവ് 43:7, എഫേസ്യർ 1:11-12 പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുന്നുണ്ട്. സെഫന്യാ പ്രവചനം 3:17 കാണുന്ന നമ്മിൽ സന്തോഷിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നതാണ്. നമ്മിൽ സന്തോഷിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. പൗലോസ് പറഞ്ഞത് കർത്താവിൽ സന്തോഷിപ്പേൻ, കർത്താവിൽ സന്തോഷിപ്പേൻ എന്നാണ്. അവനിൽ സന്തോഷം കണ്ടെത്തുന്നതിനൊപ്പം തന്നെ നമ്മിൽ സന്തോഷിക്കാനുള്ള അവസരം ദൈവം ഒരുക്കി കൊടുക്കണം എന്നുള്ളതാണ്. അല്ലേ? നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരെ നമ്മിൽ സന്തോഷിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകുക. നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മൾ മുഖാന്തരം ദുഃഖിക്കുവാൻ ഇടവരുത്തരുത് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ ദൈവം നമ്മെക്കുറിച്ച് ദുഃഖിക്കുവാൻ ഇടവരാതെ ദൈവം നമ്മിൽ സന്തോഷം ഇടവരുത്തരണം. നമുക്ക് ദൈവത്തിൽ സന്തോഷിക്കുന്നതോടൊപ്പം തന്നെ നമ്മിൽ ദൈവവും സന്തോഷിക്കാനുള്ളതായ ഒരു സ്ഥിതിവിശേഷം നമ്മൾ ഒരുക്കിയെടുക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ദൈവത്തിൻ്റെ ആസ്തിക്യത്തിന് നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ പഠിച്ചുകൊണ്ട കാര്യം അതാണ്. ദൈവത്തിൻ്റെ ആസ്തിക്യം എന്നുള്ളതാണ്. മനുഷ്യൻ്റെ സംഭാവനകളൊന്നും ആവശ്യമില്ലെങ്കിലും സൃഷ്ടിയായ മനുഷ്യന് സൃഷ്ടാവായ ദൈവത്തെ പ്രസാദിപ്പിക്കുവാനും സന്തോഷിപ്പിക്കുവാനും ഉത്സാഹമുണ്ടായിരിക്കണം. ദൈവത്തിൻ്റെ ആസ്തിക്യത്തിന് നമ്മുടേതായ സംഭാവനകളൊന്നും ആവശ്യമില്ല. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം? അവനെ സന്തോഷിപ്പിക്കുവാൻ, അവനെ പ്രസാദിപ്പിക്കുവാൻ, ഉത്സാഹമുള്ളവരായി ജീവിക്കുവാൻ ഇടവരണമെന്നുള്ളതാണ്. അവൻ സ്വയാസ്തിക്യമുള്ളവനാണ്. ദൈവം സ്വയാസ്തിക്യമുള്ളവനാണ്. മാനുഷികമായുള്ള സപ്പോർട്ടുകളൊന്നും ആവശ്യമില്ല. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു സ്വഭാവം അവൻ്റെ സ്വയാസ്തിക്യമായിരുന്നെങ്കിൽ രണ്ടാമത്തെ സ്വഭാവം എന്നുള്ളത് മാറ്റമില്ലായ്മയാണ്. മാറ്റമില്ലായ്മ. ദൈവം തന്നെ സാരാംശത്തിലും അറിവിലും ഇച്ഛയിലും മാറ്റമില്ലാത്തവനാണ്. മാറ്റങ്ങൾ നിലവിലുള്ള അവസ്ഥയിൽ നിന്ന് ഉന്നതമാക്കുവാനോ അല്ലായെങ്കിൽ അധപ്പതിക്കുവാനോ ആണ് സംഭവിക്കുന്നത്. അല്ലേ? ഒന്നെങ്കിൽ ഒരു മാറ്റം സംഭവിക്കുന്നതിലൂടെ ഒരു ഉയർച്ച ഉണ്ടാകുന്നു, അല്ലെങ്കിൽ മറ്റൊരു താഴ്ന്ന നിലയിലേക്കുള്ള മാറ്റമായി സംഭവിക്കുന്നത്. എന്നാൽ ദൈവം പൂർണ്ണനായിരിക്കിയാൽ ഉന്നതമായ നില ഒന്നൊന്നില്ല. കണ്ടോ? ദൈവത്തിന് അങ്ങനെ മാറ്റം സംഭവിക്കുന്നില്ല. എന്താണ്? ഒരു പടിയിൽ നിന്ന് അടുത്ത പടിയിലേക്ക് ഉയർന്നു വരാവുന്ന ഒരു അനുഭവം ദൈവത്തിനില്ല. കാരണം എന്താണ്? ദൈവം പൂർണ്ണനാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അറിവിലും ആരോഗ്യത്തിലും എല്ലാ തലങ്ങളിലും വേണമെങ്കിൽ ഒന്നും കൂടെ വളരാനുള്ള സാഹചര്യങ്ങളുണ്ടെന്നാൽ ദൈവത്തിന് അതിൻ്റെ ആവശ്യമില്ല. അവൻ തന്നിൽ തന്നെ പൂർണ്ണനാണ്. അവൻ്റെ അറിവിൽ പൂർണ്ണനാണ്, ശക്തിയിൽ പൂർണ്ണനാണ്,
പ്രവർത്തനങ്ങളിൽ പൂർണ്ണനാണ്, പരിശുദ്ധിയിൽ പൂർണ്ണനാണ്. ഒരു നിലയിലും തനിക്ക് വേറൊന്നിനെ കൂട്ടിച്ചേർക്കേണ്ട ആവശ്യം ഇല്ല എന്ന് മനസ്സിലാക്കുക. വാനഭൂമികൾക്ക് മാറ്റമുണ്ടാകാം, സൃഷ്ടാവായ ദൈവത്തിന് മാറ്റമില്ല. ഇന്ന് കാണുന്ന ആകാശനും ഭൂമിക്കൊക്കെ മാറ്റമുണ്ടാവും, എന്നാൽ ദൈവത്തിന് എന്തില്ല, അതിൻ്റെ ഒരു മാറ്റം ഉണ്ടാകില്ല. അവൻ അനന്യനും അവൻ്റെ സംവത്സരങ്ങൾ അവസാനിക്കുകയുമില്ല. 102-ാം സങ്കീർത്തനം 25 മുതലുള്ള വചനങ്ങൾ പഠിക്കും കാണുന്നത് എന്താണ്? അവൻ അനന്യനാണ്, അവൻ്റെ സംവത്സരങ്ങൾ അവസാനിക്കുന്നില്ല. ദൈവം മാറാത്തവനാണ്. മലാഖി 3:6, 33-ാം സങ്കീർത്തനം 11-ാം വാക്യം, എബ്രായർ 1:12, അവിടെയൊക്കെ നമ്മൾ കാണുന്നത് അറിയാവോ? ദൈവം മാറ്റമില്ലാത്തവനാണ്, മാറാത്തവനാണ്. അവൻ്റെ സ്വഭാവത്തിന് മാറ്റം ഉണ്ടാകുന്നില്ല. നമ്മൾ യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 17-ാം വാക്യം പഠിക്കുന്നത് അവന് വികാരമോ ഗതിഭേദത്താലുള്ള ആച്ഛാദനമോ ഇല്ല എന്ന് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ദൈവത്തിന് എന്തില്ല, മാറ്റങ്ങൾ സംഭവിക്കുന്നില്ല. റോമർ 4:20-21 പറയുന്നത് നമ്മുടെ ശക്തിയിൽ മാറ്റമില്ല എന്ന് കാണാൻ കഴിയുന്നു. യെശയ്യാവ് 46:10, റോമർ 11:29 കാണുന്നത് ലക്ഷ്യങ്ങളിൽ നിന്ന് മാറ്റമില്ല എന്നുള്ളതാണ്. 1 ലേഖനന്മാർ 8:56, 2 കൊരിന്ത്യർ 1:20 കാണുന്നത് നമ്മുടെ വാഗ്ദത്തങ്ങൾക്ക് മാറ്റമില്ല എന്നുള്ളതാണ്. സങ്കീർത്തനം 103:17, മലാഖി 3:6 നമ്മുടെ സ്നേഹത്തിലും കരുണയിലും മാറ്റമില്ല എന്ന് കാണാൻ കഴിയുന്നു. ഉൽപ്പത്തി 18:25, യെശയ്യാവ് 28:17 അവൻ്റെ ന്യായത്തിന് മാറ്റമില്ല എന്ന് കാണാൻ കഴിയുന്നു. ഉണ്ടോ? മാറ്റമില്ലായ്മ, ദൈവത്തിൻ്റെ മാറ്റമില്ലായ്മ പല നിലകളിലാണ് വെളിപ്പെട്ട് വരുന്നത്. എന്തിലേക്കാ? നമ്മുടെ ശക്തിയിൽ മാറ്റമില്ല. ഒരിക്കലും നമ്മളെ വിടുവിച്ചു, രക്ഷിച്ചു. കുറച്ച് കഴിയുമ്പോൾ അയ്യോ എനിക്ക് പറ്റില്ല എന്ന് പറയില്ല. ഞാൻ എൻ്റെ മക്കളെ ചെറുപ്രായത്തിൽ എടുത്തിട്ട് നടന്നിട്ടുണ്ട്. എന്ന് വെച്ചിട്ട് ഇപ്പോൾ അവരോട് എടുക്കാൻ പറഞ്ഞാൽ എൻ്റെ ഇടപാട് തീരും. കാരണം എന്താണ്? ഞാൻ വാർദ്ധക്യത്തിലായി, ശാരീരികമായ ക്ഷീണാവസ്ഥയിലായി, അതേസമയം അവർ വളർന്ന് ആരോഗ്യവാന്മാരായി തീർന്നു, അല്ലേ? അപ്പോൾ പണ്ട് ചെയ്തിരുന്ന കാര്യങ്ങൾ എനിക്ക് ഇപ്പോൾ ചെയ്യാൻ കഴിയുകയില്ല. ഞാൻ ശാരീരിക ക്ഷീണാവസ്ഥയിലാണ്. അപ്പോൾ ദൈവം ഒരിക്കലും അങ്ങനെ പറയുന്നില്ല. പണ്ട് ജനത്തെ വിടുവിച്ചു, ഇപ്പോൾ പറയുക യുവമക്കളെ എന്നെ കൊണ്ട് പറ്റില്ല, നിങ്ങൾ വേറെ ഞങ്ങൾ നോക്കുന്നത് ദൈവം ഒരിക്കലും പറയുന്നില്ല. നമ്മുടെ ശക്തിയിൽ യാതൊരു മാറ്റവുമില്ല. അന്ന് അത്ഭുതങ്ങളെ പ്രവർത്തിച്ചവൻ ഇന്നും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ ശക്തനാണ്. അന്ന് രക്ഷിച്ചവൻ ഇന്നും രക്ഷിക്കുവാൻ ശക്തനാണ്. അന്ന് സൗഖ്യമാക്കിയവൻ ഇന്നും സൗഖ്യമാക്കുവാൻ ശക്തനാണ്. ഇവിടുന്ന് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശക്തിക്ക് യാതൊരു കുറവും സംഭവിച്ചിട്ടില്ല. കഴിഞ്ഞ തലമുറകളിലൊക്കെ ഭക്തന്മാർക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ച ദൈവം ഇന്നും ജീവിക്കുന്നുണ്ടെന്ന് മാത്രമല്ല, നമ്മുടെ ശക്തിക്ക് ഒരു കുറവും സംഭവിച്ചിട്ടില്ല. നിൻ്റെ ജീവിതത്തിലും അപ്രകാരമുള്ള അത്ഭുതങ്ങൾ ചെയ്യുവാൻ ദൈവം വിശ്വസ്തനാണ്, ശക്തനാണ്. നമ്മുടെ ശക്തിക്ക് യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഏതൊരു കാലഘട്ടത്തേക്ക് മാത്രമായിട്ട് അത്ഭുതങ്ങൾ അവശേഷിക്കുന്നില്ല. എല്ലാ തലമുറയിലുമുള്ള ജനത്തിന് വേണ്ടി അവരുടെ ആവശ്യം അറിഞ്ഞ് സഹായിപ്പാൻ, വിടുവിപ്പാൻ, രക്ഷിപ്പാൻ ദൈവം സർവശക്തനായ ദൈവമാണ്. അവന് ശക്തിയിൽ മാറ്റം വരുന്നില്ല. അതുപോലെ ലക്ഷ്യങ്ങളിൽ മാറ്റം സംഭവിക്കുന്നില്ല അല്ലോ. നമുക്ക് ചിലപ്പോൾ ലക്ഷ്യങ്ങൾ മാറിപ്പോകും. ചിലരെ ഒരു കാര്യം ചെയ്യാൻ ഇറങ്ങുന്നു, കുറച്ച് അതൊരു പരാജയമാണെന്ന് തോന്നുന്നു, അത് വേറൊന്ന് പരീക്ഷിക്കുന്നു. അത് പരാജയമായാൽ മറ്റൊന്ന് പരീക്ഷിക്കുന്നു. അങ്ങനെ ചിലരെ സംബന്ധിച്ചിടത്തോളം ആയുസിൻ്റെ അവസാന നിമിഷം വരെയും ഈ പരീക്ഷണങ്ങൾ മാത്രമായിട്ട് അല്ലാതെ ചില തലങ്ങൾ വിജയങ്ങളെത്താൻ കഴിയില്ല. ദൈവത്തിൻ്റെ ലക്ഷ്യത്തിനൊന്നും മാറ്റമില്ല. വ്യക്തമായ ഒരു ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ അവൻ ശക്തനായ ദൈവമാണ്. അവൻ നമ്മോട് നിരന്തരം അടുക്കുവാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ദൈവമായിട്ട് നിരന്തരമായ ഒരു വ്യക്തിപര ബന്ധം സ്ഥാപിച്ചെടുക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. നമ്മെ സ്നേഹിക്കുന്നു, നമ്മുടെ കരുണ കാണിക്കുന്നു, നമ്മെ രക്ഷിക്കുന്നു, നമ്മെ വിടുവിക്കുന്നു, നമ്മെ ആശ്വസിപ്പിക്കുന്നു, അല്ലേ? എല്ലാ നിലകളിലും ദൈവത്തോടെ ചേർന്ന് നടപ്പാൻ അത് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ലക്ഷ്യങ്ങളിൽ മാറ്റം സംഭവിക്കുന്നില്ല. അതുപോലെ വലിയ പ്രധാനപ്പെട്ട കാര്യമാണ് വാക്തത്വങ്ങളിൽ മാറ്റം സംഭവിക്കുന്നില്ല. മനുഷ്യൻ ഇപ്പോൾ വാക്ക് പറഞ്ഞിട്ട് വാക്ക് മാറിപ്പോകും. കാരണം അവന് പരിമിതികളുണ്ട്. ചില മനുഷ്യർ
ചില കാര്യങ്ങൾ പറഞ്ഞ ശേഷമായിട്ട് അവർക്കത് ചെയ്യാൻ കഴിയുന്നുണ്ട്. എന്നെ ഒരു ഇതിൽ ഞാൻ എൻ്റെ ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ വീഡിയോസ് ഇടുന്നതായ പ്രാരംഭ കാലഘട്ടം, വീഡിയോസ് അന്ന് ദൈവദിനം ഇങ്ങനെ പോസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഇടുന്ന ഒരു കാലഘട്ടമായിരുന്നു. വീഡിയോകളൊക്കെ അപൂർവമായിട്ട് ചെയ്യുന്ന കാലഘട്ടമാണ്, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ എന്നെ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, അദ്ദേഹം വിദേശത്താണ് താമസിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് യുവദാസിനെ വിദേശത്തേക്ക് കൊണ്ടുവരാൻ താല്പര്യമുണ്ട്. ഞാൻ കേട്ടപ്പോൾ സന്തോഷം തോന്നി. കാരണം നമ്മളങ്ങനെ ആദ്യം വിദേശത്തൊന്നും പോയിട്ടില്ലാത്ത ഒരാളതിൻ്റെ പേരിൽ ഒരാളെന്നെ വിദേശത്തേക്ക് കൊണ്ടുപോകാമെന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ ഒരു സന്തോഷമൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ വിദേശത്ത് പോകണമെങ്കിൽ പാസ്പോർട്ടൊക്കെ വേണമല്ലോ. നമ്മൾ പാസ്പോർട്ട് എടുക്കാനുള്ള തീരുമാനമായി. എന്നാൽ അന്ന് പാസ്പോർട്ട് എടുക്കാൻ നിസ്സാര പൈസകൾ മതി. ഞാൻ പാസ്പോർട്ട് എടുക്കുന്ന സമയത്ത് ഇപ്പോഴുള്ള അത്ര ചാർജൊന്നും അന്നില്ല. എന്നാൽ ആ പൈസ എൻ്റെ കയ്യിൽ കൊടുക്കാനുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുക ഒരു ദിവസം കാലത്ത് അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ വിളിച്ചു പറഞ്ഞതിൻ്റെ പേരിൽ വിദേശത്ത് പോകാനുള്ളതായ സ്വപ്നങ്ങൾ ഞാൻ കണ്ട് ഇങ്ങനെ മുന്നോട്ട് പോവുക. അപ്പോഴാണ് വിദേശത്ത് പോകണമെങ്കിൽ പാസ്പോർട്ട് വേണമെന്ന കാര്യം ഓർമ്മ വന്നപ്പോഴേ പാസ്പോർട്ട് എടുക്കാനുള്ള കാശ് കയ്യിലില്ലാതെ ഭാരപ്പെട്ടിരിക്കുക. ഒരു രാത്രി മുഴുവൻ അതൊക്കെ ഓർത്ത് ഉറക്കം നഷ്ടപ്പെട്ട് അങ്ങനെ പുലർച്ചെ ആയപ്പോൾ പതുക്കെ ഒന്ന് കണ്ണടഞ്ഞ് ഉറങ്ങിപ്പോയി. അന്ന് പ്രഭാതത്തിൽ ഞാൻ എഴുന്നേൽക്കുന്നത് എൻ്റെ വീടിൻ്റെ വാതിൽക്കൽ ഒരാൾ മുട്ടുന്ന കേട്ടിട്ടാണ് എഴുന്നേൽക്കുന്നത്. ഞാൻ വാതിൽ മുട്ടുന്ന ശബ്ദം കേട്ടു. അവിടെ ചെന്നു. ആളെനിക്ക് പരിചയമുള്ള ആളാണ്. അദ്ദേഹം വന്നപ്പോഴേ എൻ്റെ കയ്യിൽ കുറച്ച് പൈസ വന്നിട്ട് പറഞ്ഞു, പോയി പാസ്പോർട്ട് എടുക്കുക. ഇങ്ങനെ വിദേശത്ത് പോകാൻ ചാൻസ് ഉണ്ടെന്നോ പാസ്പോർട്ട് ഇല്ലെന്നോ പാസ്പോർട്ട് മേടിക്കാൻ അല്ലെങ്കിൽ പാസ്പോർട്ട് എടുക്കാൻ കാശില്ലെന്നൊന്നും ഞാൻ അതൊന്നും നേരത്തെ പറഞ്ഞിട്ടില്ല. അതിനാ കാര്യങ്ങളൊന്നും അറിയില്ല. പക്ഷെ അദ്ദേഹം അന്ന് വന്നിട്ട് എന്നോട് പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്, ഈ കാശ് എൻ്റെ തിന്നിട്ട് പറയുകയാണ്, നിങ്ങൾ പോയി പാസ്പോർട്ട് എടുക്കുക. അപ്പോൾ ഇത്രയാണ്. ഇപ്പോൾ ഞാൻ വളരെ സന്തോഷിച്ചു. കാരണം എന്താണ്, ഒരാൾ എന്നെ വിദേശത്ത് കൊണ്ടുപോകാമെന്ന് പറയുന്നു. ഞാൻ ചോദിക്കാതെയും പറയാതെയും അറിയാതെയും ഒരാൾ തന്നെയുണ്ട് പാസ്പോർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കാശ് തരുന്നു. അപ്പോൾ നിങ്ങൾ സന്തോഷം വരുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ വിദേശത്തെ പോക്ക് ഉറപ്പാക്കി. എന്നാൽ വിദേശത്ത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ ആൾക്ക് എന്നെ ഇന്ന് വരെ വിദേശത്ത് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല. പാസ്പോർട്ടിൻ്റെ ആദ്യത്തെ കാലാവധി കഴിയുമ്പോൾ രണ്ടാമത്തെ കാലാവധിയും പുതുക്കി, അതും അതും തീരാറായി. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, മനുഷ്യൻ നമ്മൾ നല്ല നിലയ്ക്കൊരു വാക്ക് പറഞ്ഞാൽ പോലും ചിലപ്പോൾ അവനെ ചെയ്യാൻ കഴിയാതെ പോയി എന്ന് വന്നേക്കാം. ഇതുപോലെ എനിക്ക് സ്വന്തമായിട്ട് വീടും സ്ഥലവും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ ഒരാളെന്നെ ഒരു സ്ഥലം കൊണ്ടുവന്ന് കാണിച്ചു. എൻ്റെ പറഞ്ഞ സ്ഥലം ഞാൻ നിങ്ങളുടെ പേർക്ക് എഴുതി തരാൻ പോവുകയാണ്. അതെനിക്ക് സ്വന്തമായിട്ട് സ്ഥലങ്ങളില്ല, വീടില്ല. അപ്പോൾ അതൊക്കെ വളരെ സന്തോഷം തോന്നി. ആ സ്ഥലത്ത് നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ പിരിഞ്ഞത്. പക്ഷേ പ്രിയമുള്ളവരെ, അദ്ദേഹത്തിന് ആ വാഗ്ദത്തം നിവർത്തിക്കുവാൻ കഴിഞ്ഞില്ല. അപ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവർ വരുന്ന വാഗ്ദത്തങ്ങൾ നിവർത്തിക്കുവാൻ കഴിയാതെ പോകുന്ന ഒരുപാട് അനുഭവം ഉണ്ടായേക്കാം. എന്നാൽ ദൈവം ഒരു വാഗ്ദത്തം പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കുന്ന കാര്യം ഉറപ്പാണ്. പത്ത് 24 വർഷം മുമ്പ് ഒരു ദേവദാസൻ ഒരു ഉപവാസ പഠന നടുവിൽ ഞങ്ങൾ ഇരിക്കുമ്പോൾ അദ്ദേഹം ഒന്നിനെ തലേ കൈവച്ചിട്ട് ദൂത് പറഞ്ഞു, ഞാൻ പുസ്തകങ്ങൾ എഴുതും, പ്രസിദ്ധീകരണങ്ങളിൽ ലേഖനങ്ങൾ എഴുതും, എൻ്റെ പ്രസംഗങ്ങൾ വീഡിയോ രൂപത്തിൽ പുറത്തു വരും, ഒരുപാട് പേര് കാണും കേൾക്കുകയും ചെയ്യും. അദ്ദേഹം എൻ്റെ ദൂത് പറയുമ്പോൾ ഞാൻ ഇത് ചിരിക്കുകയായിരുന്നു. കാരണം എനിക്കെൻ്റെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് എനിക്ക് നല്ലോണം അറിയാം. എൻ്റെ ബൈബിൾ സ്കൂൾ പഠനത്തെക്കുറിച്ച് എനിക്ക് നല്ലോണം അറിയാം. അതുകൊണ്ട് ഈ കാര്യങ്ങളൊന്നും നടക്കില്ല എന്നുള്ള ചിന്തയിൽ തന്നെ ഞാനിരുന്ന്
എൻ്റെ ഉള്ളിൽ ചിരിപ്പാനിടയായിത്തീർന്നു. ആ ദൂത് പറഞ്ഞ ദേവദാസൻ അദ്ദേഹം ദൂത് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ പാട്ടിന് പോയി. വളരെയേറെ താമസിയാതെ ഞാനൊരു ക്രിസ്തീയ പ്രസിദ്ധീകരണത്തിൻ്റെ ചീഫ് എഡിറ്ററായി മാറി. 10-15 പേര് കൂടി ആരംഭിച്ച ഒരു ക്രിസ്തീയ പ്രസിദ്ധീകരണം. എന്നാൽ ആ കൂടിയവരിൽ എൻ്റെ ചീഫ് എഡിറ്ററായിട്ട് എന്നെയാണ് അവർ തിരഞ്ഞെടുത്തത്. ഞാൻ ആ മാസികയിൽ ലേഖനങ്ങൾ എഴുതാൻ തുടങ്ങി, എഡിറ്റോറിയൽ എഴുതാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ ആലപ്പുഴയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന മറ്റൊരു മാസികയിൽ അവരും എന്നെ അതിൻ്റെ ചീഫ് എഡിറ്ററാക്കി വെച്ച് എന്നെ അവിടെയും അതിലും ലേഖനങ്ങൾ എഴുതാൻ തുടങ്ങി, എഡിറ്റോറിയൽ എഴുതാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ ആ കുറ്റിപ്പുറത്ത് നിന്ന് പുറപ്പെടുന്ന വേറൊരു മാസികയിൽ എന്നെ എൻ്റെ എഡിറ്ററാക്കി വെച്ചു. ഞാൻ അവിടെയും ലേഖനങ്ങൾ എഴുതാൻ തുടങ്ങി, എഡിറ്റോറിയൽ എഴുതാൻ തുടങ്ങി. ഒരു ട്രാക്ടർ സൊസൈറ്റി ഉണ്ടായിരുന്നു. ആ ട്രാക്ടർ സൊസൈറ്റിയിൽ ഏകദേശം 34ഓളം ട്രാക്ട്, ഞാൻ എഴുതി കൊടുത്തതായ ട്രാക്റ്റുകൾ അവിടെ ലക്ഷക്കണക്കിന് കോപ്പി, ഓരോ ട്രാക്റ്റിൻ്റെയും ലക്ഷക്കണക്കിന് കോപ്പി ചെയ്ത് പ്രിൻ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് വായിച്ച പലരും അവരുടെ നാട്ടിൽ കൊണ്ടുപോയിട്ട് അത് വീണ്ടും അവിടുന്ന് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ലക്ഷക്കണക്കിന് കോപ്പികൾ എൻ്റെ ട്രാക്റ്റുകളിലൂടെ അനേകർ വായിക്കേണ്ടി എത്തുന്നുണ്ട്. ലേഖനങ്ങൾ എഴുതും, ക്രിസ്തീയ പ്രസിദ്ധീകരണങ്ങൾ എഴുതുമെന്നൊക്കെ ദൈവം ഒരു വാഗ്ദത്തം ചെയ്തപ്പോൾ അത് കേട്ട ഞാൻ ചിരിച്ചെങ്കിലും ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ മാറ്റം ഉണ്ടായില്ല. അത് കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ മറ്റൊരു TV ചാനലിൽ ചില മെസ്സേജുകൾ കൊടുക്കാനായിട്ട് ദൈവം എനിക്ക് അവസരം ഒരുക്കി. പിന്നീട് ആ TV ചാനലിൻ്റെ പ്രവർത്തനങ്ങൾ നിലയ്ക്കുകയോ എന്തോ ചെയ്തു. തുടരുവാൻ കഴിഞ്ഞില്ല. അതെല്ലാം കഴിഞ്ഞ് കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ റെക്കോർഡ് ചെയ്ത്, ഞാൻ തന്നെ എഡിറ്റ് ചെയ്ത്, ഞാൻ തന്നെ മെസ്സേജുകൾ അപ്ലോഡ് ചെയ്യുന്ന നിലകളിലേക്ക് ഒരുവൻ ഇടയായിത്തീർന്നു. യൂട്യൂബ് ചാനലുകളുടെ വ്യത്യസ്ത ചാനലുകളായിട്ട് ഏകദേശം 1000ഓളം വീഡിയോസ് ഇന്ന് എൻ്റേതായിട്ട് യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. ചില യൂട്യൂബ് ചാനലിൽ 800-ലധികം വീഡിയോസ് ഉണ്ട്, ചിലതിൽ 300-ലധികം വീഡിയോസ് ഉണ്ട്, ചില 400, ചില 100, 150. അങ്ങനെ പല യൂട്യൂബ് ചാനലുകളായിട്ട് 1000ഓളം വീഡിയോസ് ഇന്ന് കിടക്കുന്നുണ്ട്. കൃപയാൽ ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെയാണ് സംവാദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾക്ക് മാറ്റം വരികയില്ല. അത് നമ്മുടെ സാഹചര്യങ്ങൾ നോക്കിയിട്ടല്ല ദൈവം വാഗ്ദത്തം നൽകുന്നത്. ചിലപ്പോൾ നമുക്ക് കേൾക്കുന്ന ദൈവത്തിൻ്റെ വാഗ്ദത്തവും നമ്മുടെ സാഹചര്യം വെച്ച് തട്ടിച്ച് നോക്കിയാൽ ഒരിക്കലും സാധ്യമാകുന്ന ചിന്തിക്കാൻ കഴിയാത്ത നിലയുള്ള അനുഭവങ്ങളായിരിക്കും. ഒരു ശ്രേഷ്ഠമേറിയ നിലകളിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവരുന്ന വാഗ്ദത്തം പറയുകയും നമ്മുടെ ജീവിതാനുഭവങ്ങൾ അനുദിനവും അധോഗതിയിലേക്ക് പോകുന്ന അനുഭവങ്ങൾ ഉണ്ടായെന്ന് വന്നേക്കാം. പക്ഷെ വാക്ക് പറഞ്ഞതിന് വിശ്വസനാണ്, അവൻ്റെ വാക്കുകൾക്ക് മാറ്റം വരികയില്ല. അവൻ്റെ സമയമാകുമ്പോൾ അത് സംഭവിക്കും. നിന്നോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഏതെങ്കിലും ഒരു കാര്യം വാഗ്ദത്തമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞ കാര്യമാണെങ്കിൽ, എല്ലാ പ്രവചനങ്ങളൊന്നും പ്രവചനമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരിക്കൽ ഒരു ഉപവാസ പഠനത്തിന് നടുവിൽ ഒരു പ്രവാചകൻ വന്നിട്ട് എൻ്റെ ഭാര്യ ആ പ്രാർത്ഥനയ്ക്ക് എത്തിയിരിക്കുന്നുണ്ടായിരുന്നു. അവരെൻ്റെ ഭാര്യ ഒന്നും അയാൾക്ക് അറിയില്ല. പുള്ളി അവൾ കൊടുത്തിരുന്ന ആ സാരിയുടെ കളർ കൊണ്ട് പറഞ്ഞു, ആ സിസ്റ്റർ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ നാഗ്പൂര് കടന്നുപോയി ദൈവനെ ശുശ്രൂഷിക്കുന്നു പറഞ്ഞു. അപ്പോൾ എൻ്റെ ഭാര്യ വെപ്രാളായി. അവൾ എൻ്റെ കൂടെ എവിടെയെങ്കിലൊക്കെ യാത്ര ചെയ്തിട്ടുണ്ടെന്നല്ലാതെ ഒറ്റയ്ക്ക് പോകാനുള്ള ഉറപ്പും ധൈര്യവും ആ പുള്ളിക്കാരിക്കില്ല. എല്ലാവരും അത്ഭുതപ്പെട്ടു. ഇവർ നാഗ്പൂര് പോകുന്നു, അവിടെ ശുശ്രൂഷിക്കുന്നു, പ്രവചനമാണ്. ഇന്നേ വരെ ഇത് ദൂത് കഴിഞ്ഞിട്ട് കൊല്ലം 10-20 ആയി. ഇന്നേ വരെ അവർ നാഗ്പൂര് പോയിട്ടില്ല. എൻ്റെ കൂടെ അവർ
ഡൽഹിയിലും രാജസ്ഥാനിലും അല്ലെങ്കിൽ ഹൈദരാബാദും ബാംഗ്ലൂരും തമിഴ്നാട്ടിലൊക്കെ യാത്ര ചെയ്തിട്ടുണ്ടെന്നല്ലാതെ ആ പറഞ്ഞ ദൂതിൻ്റെ പ്രകാരം ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പം എല്ലാ പ്രവചനമൊന്നും പ്രവചനമായിട്ട് കണക്കാക്കരുത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളതെങ്കിൽ അത് സംഭവിക്കും. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദത്തം മാറ്റില്ല. അത് നമ്മുടെ സാഹചര്യങ്ങൾ എത്രമാത്രം പ്രതികൂലമാണെങ്കിലും നമ്മെക്കൊണ്ട് ചെയ്തു പോകുന്ന കാര്യം നമ്മളെ കൊണ്ട് ദൈവം ചെയ്യിക്കുന്നുള്ളതാണ്. ഞാൻ നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ, എന്നോട് ദേവദാസൻ ദൂത് പറയുമ്പോൾ എൻ്റെ സാഹചര്യങ്ങളൊന്നും അനുകൂലമുള്ളതല്ലായിരുന്നു. അതിനുള്ളതായ യോഗ്യതയോ കഴിവോ ഒന്നും എനിക്ക് ഇല്ലാത്തൊരു മനുഷ്യനാണ്. എന്നാൽ അവൻ്റെ കൃപ എന്നിൽ പകർന്നപ്പോൾ എന്നേക്കാൾ വിദ്യാസമ്പന്നരായ പലരും ഉണ്ടായിരുന്നു. എന്നേക്കാൾ കൂടുതൽ കാലം ദൈവവചനം പഠിച്ച ആളുകളുണ്ടായിരുന്നു. എന്നേക്കാൾ കൂടുതൽ കാലം വിശ്വാസ കോളത്തിലുണ്ടായിരുന്ന ആളുകളുണ്ട്, ശുശ്രൂഷയിലുണ്ടായിരുന്ന ആളുകളുണ്ടായിരുന്നു. പക്ഷേ അവർക്ക് ആർക്കും ചെയ്യാൻ പറ്റാത്തത് ദൈവം കൊണ്ട് ചെയ്യിച്ചിട്ടുണ്ട്. ഞാൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ഒരു ചെറിയ തീരുമാനത്തിൽ വരുന്ന സമയത്ത് ഇപ്പോൾ നിത്യതയിൽ വിശ്രമിക്കുന്ന ഒരമ്മച്ചി, അദ്ദേഹം നമ്മുടെ ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു പെന്തക്കോസ്ത് പാസ്റ്ററുടെ ഭാര്യയുടെ മാതാവായിരുന്നു. ഞാൻ പേര് പറയാത്തത് നിങ്ങൾ പലരും അറിയും എന്നുള്ളതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല മാത്രമേ ഉള്ളൂ. ആ അമ്മച്ചി ഇപ്പോൾ നിത്യത്തിൽ വിശ്രമിക്കുകയാണ്. ആ അമ്മച്ചിനോട് പറഞ്ഞ് നീ ഒരു സുവിശേഷനാകുകയും എൻ്റെ കീഴിൽ ഒരു കൂട്ടം ആളുകൾ നീ അവർക്ക് തലവനായിരിക്കും എന്ന് പറയാൻ തീർന്നു. ഇത് പറയുമ്പോൾ ഞാൻ വിശ്വാസത്തിൽ വന്ന ആരംഭ കാലഘട്ടമാണ്. കർത്താവിൻ്റെ വിലയ്ക്ക് വേണ്ടി ഇറങ്ങാനും സമർപ്പിച്ച് അതിന് മുന്നോടിയായിട്ടുള്ള ഒരു പ്രാർത്ഥനയും ക്രമീകരണം നടക്കുന്ന സമയത്താണ് ഈ അമ്മച്ചി ദൂത് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, അന്നും വിശ്വസിക്കാനുള്ളതായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അത് കർത്താവ് ഹൈസ്കൂളിൽ ചെന്നു. അവിടെ ഒരു ഗ്രൂപ്പിൻ്റെ ലീഡറാകാൻ ഇടയായിത്തീർന്നു, ഒരു ക്ലാസ് ലീഡറായിത്തീർന്നു ഇടയായിത്തീർന്നു. അതിനുശേഷം അവിടെ നിന്ന് ഇറങ്ങി പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ആ സമയത്ത് ആ പ്രസ്ഥാനത്തിൻ്റെ യുവജന പ്രസ്ഥാനത്തിൻ്റെ ഡിസ്ട്രിക്റ്റിൻ്റെ ഭാരവാഹിയായിത്തീർന്നു. സൺഡേ സ്കൂൾ പ്രവർത്തനങ്ങളുടെ ഡിസ്ട്രിക്റ്റിൻ്റെ ഭാരവാഹിയായിത്തീർന്നു. അതിനുശേഷമായിട്ട് മറ്റൊരു ഓർഗനൈസേഷൻ മതിൽ പ്രവർത്തിക്കാൻ വന്നപ്പോൾ ആ പ്രസ്ഥാനത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട പദവിയിൽ ഇടയായിത്തീർന്നു. അതിനുശേഷം ഒരുപാട് സ്വതന്ത്ര സഭകളെല്ലാം കൂടിയുള്ളതായ ഒരു പ്രസ്ഥാനം രൂപീകരിക്കപ്പെട്ടപ്പോൾ അതിൻ്റെ സ്റ്റേറ്റ് കോർഡിനേറ്ററായും സ്റ്റേറ്റ് ഓവർസിയറായും പിന്നീട് അതിൻ്റെ ജനറൽ കൗൺസിൽ ചെയർമാനായിട്ടൊക്കെ സേവനമനുഷ്ഠിപ്പം കർത്താവ് തന്ന ഒരു കൂട്ടം ആളുകളുടെ മുകളിൽ ഞാൻ തന്നെ അവരുടെ നേതാവായി വയ്ക്കുമെന്ന ഒരു ദൂത് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ദൈവത്തിന് പരിശുദ്ധാത്മാവ് എന്നെ അറിയിച്ചെങ്കിൽ ഇപ്പോഴും ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്നതായ പ്രസ്ഥാനത്തിൻ്റെ ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തായിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇത് പറയാൻ കാരണം ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ മാറ്റമില്ലെന്ന് ഓർപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് നമ്മുടെ സാഹചര്യങ്ങളൊന്നും വിഷയമല്ല. നമുക്ക് വിദ്യാഭ്യാസമുണ്ടോ പാരമ്പര്യമുണ്ടോ ഒന്നും വിഷയം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ അറിയിച്ച ദൂതമാണെങ്കിൽ അത് അങ്ങനെ സംഭവിക്കും. അവൻ്റെ കൃപ, അവൻ്റെ കരുണ അത്ര നമ്മുടെ ചുരുടിയായിത്തീരും. അതുകൊണ്ട് നിൻ്റെ സാഹചര്യങ്ങൾ നീ ഭാരപ്പെടുകയൊന്നും വേണ്ട. ദൈവം പറഞ്ഞതിനെ മുറുകെ വിശ്വസിക്കുക, വാഗ്ദത്തം മുറുകെ പിടിക്കുക. ദർശനത്തിൽ ഒരു അവധി വെച്ചിരിക്കുകയാണ്, സമാപ്തിയിൽ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക. ഇന്നലെ വരെ കണ്ടില്ലാതെ ഭാരപ്പെടുകയൊന്നും വേണ്ട. അതായത് സമയങ്ങൾ കഴിഞ്ഞാലും അത് വരും, താമസിക്കുകയില്ല. അതിനുവേണ്ടി കാത്തിരിക്കണം. നിന്നോടുള്ള ദൈവിക വാഗ്ദത്തത്തിൻ്റെ പൂർത്തീകരണത്തിനായിട്ട് ദൈവം ബന്ധപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. വാഗ്ദത്തം കേട്ടാൽ നീ കിടന്നുറങ്ങിപ്പോയാലും, വാഗ്ദത്തം കേട്ടാൽ നീ മറന്നുപോയാലും, വാഗ്ദത്തം പറഞ്ഞ വിശ്വസനായതുകൊണ്ട് അതിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി അവൻ ഉത്സാഹിച്ചുകൊണ്ടിരിക്കുക. ദർശനത്തിന് ഒരവധി വെച്ചിരിക്കുന്നു. എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? സമാപ്തിയിലേക്ക് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക. എന്നോടുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൻ്റെ പൂർത്തീകരണം എന്ത് താമസം നീ കാണാൻ പോവുകയാണ്. സാഹചര്യങ്ങളെ നോക്കി മനസ്സും എടുക്കണ്ട, സാഹചര്യങ്ങളെ നോക്കി നിരാശപ്പെടേണ്ട. സാഹചര്യങ്ങൾക്ക് അപ്പുറമായിട്ട് അത്ഭുതം പ്രവർത്തിക്കും. കഴിഞ്ഞ ദൈവത്തെ സേവിക്കുന്നത് ഒന്നിനു വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. നിന്ദിക്കപ്പെട്ട സ്ഥാനങ്ങളിൽ, പരിഹസിക്കപ്പെട്ട സ്ഥാനങ്ങളിൽ, അവഗണിക്കപ്പെട്ട സ്ഥാനങ്ങളിൽ, ഒറ്റപ്പെട്ട സ്ഥാനങ്ങളിൽ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. വാഗ്ദത്തങ്ങൾ വിശ്വസിക്കുക.
അടുത്തെന്താണ് നമ്മൾ പറഞ്ഞ ഗുണം? ദൈവത്തിൻ്റെ സ്നേഹത്തിലും കരുണയിലും യാതൊരു മാറ്റമില്ല എന്നുള്ളതാണ്. നമ്മളെ സ്നേഹം അതിൽ വായിക്കുന്നില്ലേ, ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അപ്പൻ്റെ മക്കളോട് കരുണ തോന്നുന്നത് പോലെ, അല്ലേ? നല്ല നല്ല ഉദാഹരണം കൊടുത്തിരുന്നത്. ഈ ആകാശം ഭൂമി തമ്മിൽ ദൂരമുണ്ടെന്ന് നമുക്ക് പറയാൻ എനിക്കതിനെ അളവ് അറിയില്ല. ഞാൻ വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ താഴേക്ക് നോക്കിയിട്ടുണ്ട്. ഒന്നും അധികം കാണാൻ വിമാനം ഉയരുന്നതനുസരിച്ച് ഈ താഴേക്കുള്ള കാഴ്ചകളൊക്കെ വളരെ കുറച്ച് പോകാറുണ്ട്. പിന്നെ കുറച്ചുകൂടെ വിമാനം ഉയർന്നു കഴിയുമ്പോൾ വിമാനത്തിൻ്റെ താഴെയും മേഘം, വിമാനത്തിൻ്റെ മുകളിലും മേഘങ്ങൾ, അല്ലേ, സൈഡിലെ മേഘങ്ങൾ, അങ്ങനെ പോയിട്ടുണ്ട്. അപ്പോൾ ആ ദൂരം അത്രയും അറിയില്ലെങ്കിലും ഒരുപാടുണ്ടെന്ന് നമുക്കറിയാം. ഞാൻ കൃത്യമായിട്ട് കണക്ക് പറഞ്ഞ ശാസ്ത്രജ്ഞന്മാരുണ്ടായേക്കാം. എൻ്റെ ഈ ചെറിയ അറിവിൽ ഇത്ര കിലോമീറ്റർ ആണെന്നോ ഇത്ര മീറ്റർ ആണെന്നോ എന്ന് പറയാൻ എനിക്കറിയത്തില്ല. പക്ഷെ എനിക്കറിയാതെ ഒരുപാട് ദൂരം ഉണ്ടെന്ന് എനിക്കറിയാം. അത്രമാത്രം ദൂരത്തിൽ ദൈവനെ സ്നേഹിക്കുന്നുള്ളതാണ്. അത്രയും വലിപ്പത്തിൽ ദൈവനെ സ്നേഹിക്കുന്നുള്ളതാണ്. അവൻ നമ്മുടെ കരുണ കാണിക്കുന്നു, നമ്മെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് ആ സ്നേഹവാനായ ദൈവത്തെ നമുക്കും തിരിച്ച് സ്നേഹിക്കുക. എങ്ങനെ സ്നേഹിക്കുക? ദൈവത്തെ സ്നേഹിക്കുന്നത് എങ്ങനെയാണ്? എൻ്റെ കൽപ്പനകളിൽ ലഭിച്ച് അത് പ്രമാണിക്കുന്നതിനെ സ്നേഹിക്കുന്നതാണ്. അപ്പോൾ സ്നേഹങ്ങൾ എപ്പോഴും അനുസരണത്തിൽ വെളിപ്പെടുത്താൻ കഴിയുള്ളൂ. നമ്മൾ മൃഗങ്ങളെ വളർത്താറുണ്ട്, അല്ലേ? ചിലതിനെ ഇങ്ങോട്ട് വിളിച്ചാൽ അത് അങ്ങോട്ടേ പായുള്ളൂ. ചിലതിനെ ഇങ്ങോട്ട് വിളിച്ചാൽ ഇങ്ങോട്ട് ഇവിടെ നമ്മുടെ കൂടെ വരും, അല്ലേ? എൻ്റെ ഞാൻ പട്ടി കുഞ്ഞിനെ വളർത്തുന്നുണ്ട്. ആൾ അല്പം കുസൃതിയാണെങ്കിലും കുട്ടിക്കയറാണെങ്കിൽ കൂട്ടി കയറും, ഇവിടെ വളരാണെങ്കിൽ ഇവിടെ വരും. അതുകൊണ്ട് എനിക്ക് അവനോട് സ്നേഹമുണ്ട്. ഞാൻ ഇങ്ങോട്ട് വിളിക്കാൻ പറയുമ്പോൾ അങ്ങോട്ട് പായുന്ന വലുതാണെങ്കിലോ, എനിക്ക് വേറെ ഒരു പട്ടി ഉണ്ടായിരുന്നു, ഞാൻ ഇങ്ങോട്ട് വിളിച്ചാൽ അത് അങ്ങോട്ട് പായുള്ളൂ. പിന്നെ അവന് തോന്നുമ്പോൾ നമ്മൾ തിരിച്ചു വരുള്ളൂ. അപ്പോൾ അതിനോട് നമുക്ക് വലിയ സ്നേഹം ഉണ്ടാകില്ല. അപ്പം നമ്മൾ ദൈവത്തോട് നമ്മുടെ സ്നേഹം കാണിക്കുമ്പോൾ നമുക്ക് ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുന്നത് ദൈവത്തെ അനുസരിക്കുന്നതിലൂടെയാണ്. അതുകൊണ്ട് അവൻ്റെ വാക്കുകളെ അനുസരിച്ച് എനിക്ക് പങ്കെടുത്താൻ സഹായിക്കുമാറാകട്ടെ. അവൻ്റെ ന്യായത്തിന് മാറ്റമില്ല. മുഖപക്ഷമില്ലാതെ നമ്മെ സ്നേഹിക്കുന്ന, നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. മുഖപക്ഷം കാണിച്ച് സ്വന്തം ജനങ്ങൾക്ക് വേണ്ടി മാത്രം ഉയർച്ചയും നന്മയും അല്ലാത്തവർക്ക് ഒന്നുമില്ലാത്ത അവസ്ഥയൊന്നും അല്ല ദൈവം ചെയ്യുന്നത്. ദൈവത്തിന് മുഖപക്ഷമില്ല. തന്നെ ആരെ അനുഗമിക്കുന്നുവോ, തന്നെ ആരെ സേവിക്കുന്നുവോ, തന്നെ ആരെ അനുസരിക്കുന്നുവോ അവർ ദൈവം അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ന്യായത്തിന് മാറ്റമില്ല. നമ്മുടെ ദൈവം ആരാണ്? ശക്തിയിൽ മാറ്റമില്ലാത്തവനാണ്, ലക്ഷ്യങ്ങളിൽ മാറ്റമില്ലാത്തവനാണ്, വാഗ്ദത്തങ്ങളിൽ മാറ്റമില്ലാത്തവനാണ്, സ്നേഹത്തിലും കരുണയിലും മാറ്റമില്ലാത്തവനാണ്, ന്യായത്തിൽ മാറ്റമില്ലാത്തവനാണ്. അവൻ മാറ്റമില്ലാത്ത ദൈവമാണ്. നമ്മൾ ഈ സെക്ഷനിൽ പഠിച്ച കാര്യം എന്താണ്? ദൈവം മാറ്റമില്ലാത്തവനാണ്. കുറഞ്ഞ വർഷം അതെങ്കിലും മനസ്സിലാക്കിയിരിക്കുക. അങ്ങനെയെങ്കിൽ അത് ഇത് സേവിപ്പാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചില്ലേ? അതുകൊണ്ട് നമുക്കും അവനെ പൂർണ്ണമായി അനുസരിപ്പാൻ, പൂർണ്ണമായി സ്നേഹിപ്പാൻ, പൂർണ്ണമായി പിൻപറ്റുവാനായിട്ട് നമ്മെ സമർപ്പിച്ച് മതിയോട് ഒരുമിച്ച് പ്രാർത്ഥിക്കുക. സ്വർഗീയ പിതാവേ, തന്ന സെക്ഷനായി സ്തോത്രം ചെയ്യുന്നു. നമ്മൾ സംസാരിപ്പാനിടയായി തീർന്നല്ലോ. ഈ പഠിതാക്കളെ നീ അനുഗ്രഹിക്കണമേ. ഈ പാഠ്യപതിയുടെ പിന്നെ പ്രവർത്തിക്കുന്ന എല്ലാവരും ഇങ്ങനത്തെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമ്പോഴാണെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മുഖാന്തരങ്ങളും നീ അനുഗ്രഹിക്കുമ്പോഴാണെന്ന് പ്രാർത്ഥിക്കുന്നു. തന്നേർക്ക് ആശ്വാസമായി തരുവാൻ, അനുഗ്രഹമായി തരുവാൻ, സർവോപരി ദൈവനാമ മഹത്വത്തിനും ദൈവരാജ്യവ്യാപ്തിക്കും കാരണമായി തരുവാൻ സ്വർഗം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ പഠിതാക്കളോട് നീ സംസാരിച്ച വാഗ്ദത്തങ്ങളുണ്ടല്ലോ കർത്താവേ, എൻ്റെ പൂർത്തീകരണത്തിനായി നീ ബന്ധപ്പെടുന്നല്ലോ. എൻ്റെ പൂർത്തീകരണം അനുഭവിപ്പാൻ, എൻ്റെ നന്മ അനുഭവിപ്പാൻ, സന്തോഷം അനുഭവിപ്പാൻ നീ ഇവരെയും സഹായിക്കുമ്പോഴാണെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ചെയ്ത വലിയ കൃപയ്ക്കായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ക്ഷമയോടെ ഈ സന്ദേശം ശ്രമിച്ചതിന് നന്ദി പറയുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിനെ ഒരു താമസിക്കുകയും ദൈവം നമുക്ക് അവസരങ്ങൾ തരികയും ചെയ്യുന്നെങ്കിൽ അടുത്ത സെക്ഷനിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെയും കർത്താവ് തൻ്റെ വിസ്താരംവരെ ചെറുകിടയിൽ നമ്മെ സൂക്ഷിക്കുന്നതിനായിട്ട് നമുക്ക് പരസ്പരം ഓർത്ത് പ്രാർത്ഥിക്കാം. സന്ദേശങ്ങൾ പങ്കുവയ്ക്കുകയും ശുശ്രൂഷ ഓർത്ത് പ്രാർത്ഥിക്കുകയും ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ വിളിക്കുക. ഏതെങ്കിലും സമയത്ത് നിങ്ങൾ വിളിച്ചിട്ടും ഫോൺ എടുക്കാതെ വരികയോ ഫോൺ കിട്ടാതെ വരികയോ ചെയ്താൽ നിങ്ങൾ അതൊരു വാട്സപ്പ് നമ്പറാണ്. വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ വോയിസ് മെസ്സേജോ
ടെക്സ്റ്റ് ചെയ്തിട്ടാൽ ഞങ്ങൾ കാണുമ്പോൾ നിങ്ങൾ തിരിച്ചു വിളിക്കുകയോ നിങ്ങളുടെ വിഷയം ഞങ്ങൾ പ്രാർത്ഥിക്കുകയോ ചെയ്യുന്നതായിരിക്കും. സഹകരണം പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ എല്ലാ പ്രോത്സാഹനത്തിനും ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു. മേ ഗോഡ് ബ്ലസ് യു.